സംസ്ഥാനത്ത് ഇടതുമൂല്യങ്ങൾ ഇല്ലാതാക്കിയ CPM LDFിന്റെ നേതൃസ്ഥാനം ഒഴിയണമെന്ന് CPI ജില്ലാ നേതൃത്വ ക്യാമ്പിൽ ആവശ്യമുയർന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മൂല്യചോഷണം വരാത്ത പാർട്ടി CPI ആണ്. LDF ബന്ധം വിട്ട് മറ്റൊരു മുന്നണിയെക്കുറിച്ച് CPI അല്ല ചിന്തിക്കേണ്ടതെന്നും CPMനെ പുറത്താക്കിയാലേ LDFിൽ ശുദ്ധീകരണം സാധ്യമാകൂവെങ്കിൽ അങ്ങനെയും ചിന്തിക്കണമെന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ജില്ലയിൽ കേരള കോൺഗ്രസും കടലാസ് പുലിയാണെന്നും പ്രതിനിധികൾ വിമർശിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ CPMനും അക്കാര്യം ബോധ്യപ്പെട്ടെന്നും ചങ്ങനാശ്ശേരി, കടത്തുരുത്തി, പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിൽ പോലും കേരള കോൺഗ്രസ് ദുർബലമായി പോയെന്നും ആക്ഷേപമുയർന്നു. കേരള കോൺഗ്രസുമായുള്ള ഐക്യം LDFിന് പ്രതീക്ഷിച്ചത്ര ഗുണം ചെയ്തില്ല എന്നത് വ്യക്തം. താഴെത്തട്ടിൽ കേരള കോൺഗ്രസിന് ഇപ്പോഴും UDFിന്റെ മനസ്സാണ്. അതിനാൽ ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിരുകടന്ന സീറ്റ് വിഭജനം പാടില്ല എന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. LDF സർക്കാർ പ്രാദേശിക വികസനത്തിന് മതിയായ ഫണ്ട് അനുവദിക്കാത്തതിനാൽ വാർഡ് തലത്തിൽ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടെന്നും പ്രതിനിധികൾ പറയുന്നുണ്ട്. ഇടതുമുന്നണിയിൽ CPM ഇപ്പോൾ കനത്ത പ്രതിരോധത്തിലാണ്. വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് CPMന് നേരെയും നേതൃത്വത്തിന് നേരെയും ഉയർന്നു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് CPIയുടെ ഭാഗത്തു നിന്നും ഇത്ര വലിയ ഒരു പ്രതികരണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്നാൽ CPMന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല ഈ ഒരു അസ്വസ്ഥത ഉള്ളത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. പരിശോധിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മും അസ്വസ്ഥരാണ്, RJDയും അസ്വസ്ഥരാണ്, NCPയും അസ്വസ്ഥരാണ്. NCPയെ സംബന്ധിച്ച് എന്നിരുന്നാൽ പോലും CPM വലിയൊരു ആശ്വാസമാണ് എന്നും പറയാം. എന്നാൽ അതേസമയം തന്നെ മറ്റ് ഘടകകക്ഷികളിൽ നിന്ന് പോലും പ്രത്യേകിച്ചും 1, 2, 3 സ്ഥാനം വഹിക്കുന്ന ഘടകകക്ഷികളിലെല്ലാം തന്നെ CPM നേതൃത്വത്തിനെതിരെ വലിയ അസ്വസ്ഥരാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അസ്വസ്ഥത തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പ്രകടവുമായിരുന്നു. കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പ്രത്യേകിച്ചും രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടും ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ടും ഇതേ തരത്തിലുള്ള അസ്വസ്ഥത പ്രകടമായിരുന്നു. പ്രത്യേകിച്ചും RJDയെ സംബന്ധിച്ചും NCPയെ സംബന്ധിച്ചും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചും CPIയെ സംബന്ധിച്ചും വലിയ തരത്തിലുള്ള സീറ്റ് തർക്കമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ തങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥാനം യഥാർത്ഥത്തിൽ മുന്നണിയിൽ നിന്ന് ലഭിക്കുന്ന എന്ന ആക്ഷേപം മിക്ക ഘടകകക്ഷികളും ഉന്നയിച്ചതുമാണ്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുന്നണി മാറി വന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് വലിയ തരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം തച്ചുടഞ്ഞു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം CPIയെ സംബന്ധിച്ച് CPI പലപ്പോഴും CPMന്റെ നിഴൽ പോലെ കൂടെയുള്ളതാണ്. എന്നിട്ടും CPIയുടെ വാക്കുകൾക്കും നിർദ്ദേശങ്ങൾക്കും യാതൊരു തരത്തിലുള്ള മാനവും കൽപ്പിക്കപ്പെടുന്നില്ല എന്നുള്ള ആക്ഷേപം CPIക്കും ഉണ്ടായിരുന്നു. RJDയെ സംബന്ധിച്ച് RJDക്ക് തുടക്കം മുതൽ തന്നെ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നില്ല എന്ന വിമർശനമുണ്ടായിരുന്നു. RJDയുടെ വാക്കുകൾ CPM നേതൃത്വമാണെങ്കിലും ഇടതുമുന്നണി നേതൃത്വമാണെങ്കിലും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള വിമർശനമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ വലിയ തരത്തിലുള്ള ഒരു മുന്നണി മാറ്റ സൂചനകളെല്ലാം തന്നെ ഇടതു മുന്നണിയിലെ ഘടകകക്ഷികളിൽ നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കനത്ത പരാജയമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണിക്ക് സംഭവിച്ചത് എന്ന് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു പരാജയത്തിനുള്ള പ്രധാന കാരണം യഥാർത്ഥത്തിൽ CPMന്റെ രാഷ്ട്രീയം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയമാണ് എന്നുള്ള വിലയിരുത്തലുകളുണ്ടായിരുന്നു. അത്തരമൊരു ആരോപണം പോലും ആദ്യം ഉന്നയിക്കുന്നത് CPIയുടെ ഭാഗത്തു നിന്നാണ്. CPIയുടെ വിലയിരുത്തലിൽ വലിയ തരത്തിലുള്ള പാളിച്ചകൾ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചെന്ന് വളരെ പരസ്യമായി ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നിട്ടും CPMന്റെ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിലുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിക്ക് നേരെയും വലിയ തരത്തിലുള്ള ആക്ഷേപം ഉയർന്നു വന്നതാണ്. എന്നിട്ടും ഉചിതമായ മറുപടി നൽകാനായിട്ട് മുഖ്യമന്ത്രിയോ സർക്കാരോ തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. ഇടതുമുന്നണിയിൽ നിന്ന് പോലും തൃപ്തികരമായ ഒരു മറുപടി പോലും CPIക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇതേ ആരോപണമായി തന്നെ RJDയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. RJDയുടെ നിരീക്ഷണത്തിലും CPIയുടെ അതേ നിരീക്ഷണങ്ങളെല്ലാം തന്നെ കണ്ടതാണ്. എന്നിട്ടും കൃത്യമായൊരു മറുപടി ലഭിച്ചിരുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ടായിരുന്നതാണ്. വളരെ വൈകിയാണെങ്കിലും NCPയും ചില പഠന റിപ്പോർട്ടുകളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. മാത്രമല്ല CPMന്റെ ഭാഗത്തു നിന്ന് പോലും സ്വന്തമായ ഒരു വിലയിരുത്തലുണ്ടായിരുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന തിരിച്ചറിവുണ്ടായിരുന്നു. പാർട്ടി തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് ഘോരഘോരം പറഞ്ഞിരുന്നെങ്കിലും അത്തരത്തിലുള്ള തിരുത്തൽ നടപടികളൊന്നും തന്നെ പിന്നീട് കാണുന്നില്ല. വാക്കുകളിലും കടലാസുകളിലും മാത്രം ഒതുങ്ങുന്ന തിരുത്തൽ നടപടികൾ മാത്രമായിരുന്നു പിന്നീട് ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്ന് പറയാം. ഇനി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ ഇടയ്ക്ക് വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണെങ്കിലും PV അൻവർ ഉന്നയിച്ച വിവാദവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും യാതൊരു തരത്തിലുള്ള നീക്കുപോക്കുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ തരത്തിലുള്ള അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ CPMന്റെ MLA ആയി മുകേഷിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും നടപടികൾ വേണമെന്നും CPI ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടികളിലേക്കും സർക്കാർ നീങ്ങുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്
യാതൊരു തരത്തിലുള്ള നീക്കുപോക്കുകളും ഉണ്ടാകുന്നില്ല. ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മാറ്റി നിർത്തി പരിശോധിക്കുകയാണെങ്കിൽ PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള വഴിത്തിരിവിലേക്ക് നീങ്ങിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ മൗനം മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം തന്നെ കൃത്യമായ നടപടി LDFിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ LDFിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ADGPക്കെതിരെ അന്വേഷണം വേണമെന്നും അൻവറിന്റെ വാദങ്ങൾ പരിശോധിക്കണമെന്നെല്ലാം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് CPI പല ഘട്ടങ്ങളിലും രംഗത്ത് വന്നതാണ്. എന്നാൽ അപ്പോഴെല്ലാം തന്നെ സർക്കാരിനെ നയിക്കുന്ന CPMന്റെ ഭാഗത്ത് മൗനം മാത്രമായിരുന്നു ഫലം എന്നുള്ളതാണ്. ഇതേ സാഹചര്യം ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് RJDയും രംഗത്ത് വന്നതാണ്. എന്നാൽ അപ്പോഴും RJDക്കും കൃത്യമായ മറുപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ഇക്കാര്യങ്ങളിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് RJDയുടെ നേതാവായ ശ്രേയംസ് കുമാർ പോലും പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തങ്ങളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും മുന്നണിയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് ശ്രേയംസ് കുമാർ പറഞ്ഞിട്ടുമുള്ള കാര്യമാണ്. ഇതേ നിലപാട് തന്നെയാണ് CPIയുടെ കാര്യത്തിൽ ബിനോയ് വിശ്വത്തിനും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇനി കേരള കോൺഗ്രസ് എമ്മിലേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ അസ്വസ്ഥതയ്ക്ക് പിന്നിലുള്ള പ്രധാന കാരണം. നഗരസഭാ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരള കോൺഗ്രസ് എമ്മിന് വലിയ തരത്തിലുള്ള അസ്വസ്ഥതയുണ്ടായിരുന്നു. ആ ഭരണമാറ്റത്തിലും കേരള കോൺഗ്രസ് എം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതികരണം നടത്തിയതുമാണ്. എന്തു തന്നെയാണെങ്കിലും ഇടതു മുന്നണിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഘടക കക്ഷികളെല്ലാം തന്നെ CPM നേതൃത്വത്തിന് എതിരാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. CPM നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരെ വലിയ തരത്തിലുള്ള പുകച്ചിലുകൾ മുന്നണിയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി വരാനിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പുകളും ആണെന്നിരിക്കെ എത്രയും പെട്ടെന്ന് ഒരു തിരുത്തൽ നടപടി CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ ഈ മുന്നണികളെല്ലാം തന്നെ കൂടെ കാണൂ എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സംഘടിതമായ പ്രവർത്തനങ്ങളിൽ വലിയ തരത്തിലുള്ള മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ സംഘടിതമായ പ്രവർത്തനങ്ങളില്ല എങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയിലേക്ക് നയിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് UDF കനത്ത മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. BJPയെ സംബന്ധിച്ച് BJP അടിസ്ഥാന തലത്തിൽ നിന്നും കൃത്യമായി പറയുകയാണെങ്കിൽ സംഘടിതമായി തന്നെ അടിത്തറ മുതൽ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇടതു മുന്നണിയിൽ ഇത്ര വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കൃത്യമായ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ സർക്കാർ മറുപടി നൽകാത്ത ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിലും കൃത്യമായ സംഘടിതമായ നീക്കവും മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളുടെയും ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം ഉണ്ടായില്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള തിരിച്ചടിയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷേ അൻവർ പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമായി പോകാനുള്ള സാധ്യതയുമുണ്ട്. ഒരുപക്ഷേ CPMന്റെ അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനായി പോകുമോ എന്നുള്ളത് പോലും ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്.